ഏതായാലും കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ സംഭവിച്ചോണ്ട് എന്റെ മോളെ രക്ഷപ്പെട്ടു. ആ ജെയിംസിന്റെ കൂടെ ഇങ്ങനെ നടന്നാ നിങ്ങളുടെ മോനും വഷളാവും. പണവും കൊണ്ട് ആ തുപ്പാക്കി മുങ്ങിയെന്നല്ലോ കേട്ടത്. അവനെ കിട്ടിയോ? അവനെ തപ്പി കുട്ടികൾ പോയിരിക്കുക. വേണു വേണു ഇറങ്ങി വാടാ. എന്റെ അമ്മോ കോരപ്പൻ എവിടാ വേണു? അവനിവിടെ ഇല്ലേ? ജയിലിൽ നിന്ന് വിട്ടോ? വിട്ടതല്ലടാ, ഞാൻ ജയിലിൽ ചാടിയതാ. എന്റെ മകനും കൂട്ടുകാരും കൊല്ലാൻ നോക്കിക്കോ. അവന് വിടലിൽ 40 ലക്ഷം നമുക്ക് പോകുന്നു. എടാ നീ ഇനി കാട്ടിൽ പോവോ? ഇല്ല. കാട്ടിൽ നിന്റെ ആരാണോ ഉള്ളത്? കോരപ്പൈ. കോരപ്പ ആരാടാ നിന്റെ അപ്പ? നടടാ തെണ്ടി. നീ ഇവിടെ വിളിപ്പഴക്കി ജീവിക്കാൻ പോയി കേട്ടാ. നടക്കണേ നടക്കണേ. ആരടാ തെണ്ടി? നീയോ? അയ്യോ കോരപ്പൻ ചേട്ടൻ. നിക്കണവിടെ. എന്റെ നടു ഒടിഞ്ഞേ ഭഗവാനെ. എന്റെ ഭഗവതി ഇങ്ങനെ കിടന്നാ മതിയോ? 40 ലക്ഷം വേണ്ടേ? വരുന്നതാ. നമ്മുടെ തല വെട്ടാ കോരപ്പം വരടാ. നീ വിഷമിക്കണ്ട, ആരുമില്ലാത്ത ദൈവമുണ്ട്. ദൈവമേ ദൈവമേലാ നിന്നെ അന്നൂടെ അന്വേഷിക്കണേ. എന്തിന്? അന്ന് നീ ചട്ടയും കലൊക്കെ പൊട്ടിച്ചില്ലേ? എന്റെ കാര്യം താൻ ഒറ്റടുത്താണ് ഇതൊക്കെ കാരണക്കാരൻ. മര്യാദ പോയി, എന്റെ കലവും പോയി, എന്റെ കാശും പോയി. ഇതൊക്കെ ഒരു വീടാണോ? ബാത്റൂമിന്റെ അത്ര പോലുമില്ല. മിനിമം ഒരു 35 ലക്ഷം രൂപയെങ്കിലും വില വരുന്ന കൊട്ടാര സദൃശമായ ഒരു വീടാണ് എനിക്ക് വേണ്ടത്. കല്യാണം കഴിച്ച് താമസിക്കാനാണേ. വീടൊക്കെ ശരിയാക്കി തരാം. 100 രൂപ എടുത്ത്. ഓ ബ്രോക്കർ ഫീസ്. അത് പറ്റില്ല. കാശ് എന്നെ ചതിച്ചോടുവതൊന്നും ഞാൻ വിടൂല. എന്റെ കാശ് നീ നോക്കിക്കോ. നീ സാർ, 40 ലക്ഷം രൂപയും കൊണ്ട് മുങ്ങിയ തുപ്പാക്കി വരുന്നുണ്ട്. വെരി ഗുഡ്, വരട്ടെ. അവൻ പണം എന്നെ ഏൽപ്പിക്കാൻ വരുന്നതാ. മര്യാദക്കാരനാണ് അവൻ. അവൻ പണം തരാനല്ല, എന്നെ അടിക്കാൻ അവൻ ആളെയും കൂട്ടിയിട്ടുള്ള വരവാ. വക്കച്ചാ, നമ്മുടെ ഫോഴ്സിനോടെല്ലാം തയ്യാറായി നിന്നോളാൻ പറയൂ. അതിന് മുഴുവൻ ആൾ ഇവിടെ ഇല്ല സാർ. സാരമില്ല, ബാക്കിയുള്ളവരെ ഞാൻ ഫോൺ ചെയ്ത് വരുത്തിക്കോളാം. ഓടിപ്പോ. പറഞ്ഞു വീണേ. എന്റെ നടു പോയേ കോമല. ഇവിടെ വരെ 40 ലക്ഷം രൂപ. 40 ലക്ഷം. 40 ലക്ഷം. 30 ലക്ഷം. കോമള നീയോ? നീ എങ്ങനെ ഈ വേഷത്തിൽ വന്നു? എന്നെ കുറെ പേര് നാട്ടിലും കാട്ടിലും വെച്ച് വസ്ത്രാക്ഷേപം നടത്തിയല്ലേ. ഇനി കുറെ പേര് ഞാനും ഊരാമെന്ന് കേട്ടു. ഇങ്ങ് തരൂ.
നടക്കൂ. ദാ പിടിക്കൂ. ഇനി പോയി 2 എണ്ണം കൊടുത്തേച്ചു വാ. ഓക്കേ. കുറെ നാളായിട്ട് കൊടുക്കണം വെച്ചിട്ട് പൊന്നു ചേട്ടാ, വിടി ചേട്ടാ, എന്റെ പൊന്നു ചക്കര ചേട്ടനല്ലേ? തുപ്പാക്കി എവരാ തുപ്പാക്കി പണം അടി കൊടുക്കാതെ സത്യം പറയത്തില്ല. എനിക്ക് കൊടുക്കാനുള്ള ഞാൻ കൊടുത്തു, ഇനി നിങ്ങൾ കൊടുത്തോ. അയ്യോ എന്നെ ഉപദ്രവിക്കരുത്. ഇതെവന്റെ ആയിരിക്കട്ടെ. എന്താ ബോംബ്. കുഴിപ്പന്താ? ഇതെന്താണ് ഉണ്ട ഉണ്ട ഓട്ടെ. ഇതെന്താ ഒരു കുപ്പി? പപ്പാ മോളെ, പപ്പയ്ക്കൊരു കുപ്പി. അലക്കുകാരൻ ഇട്ട് വെക്കാൻ കൊള്ളാം. അയ്യോ. മോളെ. അയ്യോ, ബോംബാ. മിടുക്കന്മാരാണ് നിങ്ങൾ. അല്ലെങ്കിൽ ആരും കടന്നു ചെല്ലാൻ ധൈര്യം കാണിക്കാത്ത ആ കൊടുങ്കാട്ടിൽ ചെന്ന് കോരപ്പനെ രക്ഷപ്പെടുത്തുമോ? 40 ലക്ഷം രൂപയുടെ റിവാർഡ് വാങ്ങുമോ? ഇതിന് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നുണ്ട്. മരണം, സുഖമുള്ള മരണം. അതിനു മുൻപ് കൈക്കരുത്തും ശക്തിയും ഇവരുടേതറിയാൻ ഒരു അവസരം. തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും മറുപടി. അടിയടാ. No. തന്റെ ആളുകളോട് അടി നിർത്താൻ പറയടോ. എടോ പറയാൻ നിർത്ത്. കുട്ടിക്കാലത്തെ എനിക്കൊരു സ്വഭാവമുണ്ട്. ഈ കള്ളന്മാര് തോക്കും പിടിച്ചിരിക്കുന്ന കണ്ട അപ്പൊ ഞാൻ കാലുമടക്കി അടിക്കും. എന്താ നൊന്തോ? ജനസമ്മതനായ നേതാവ് മാത്രമല്ല, താനൊരു കാട്ടുകള്ളൻ കൂടിയാണല്ലേ? എനിക്കറിയാം. ഇല്ലെങ്കിൽ ബീരാൻ എന്ന് പറഞ്ഞ ഈ പാവത്തിനെ താൻ കോരപ്പനാക്കുവോ? എടാ എരപ്പേ, ഇയാള് ജയിലിൽ ചാടിയതല്ല, ചാടിച്ചതാ. ഈ ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നതും ചാടിക്കാനാ. ഈ വെള്ള കതർ കുപ്പായത്തിൽ നിന്നും ജയിലറയിലേക്ക്. അയ്യോ, എന്ത് പറ്റി? എന്താ ഇത്? ഇനി വന്നേ. ഇത് ചോരയാണല്ലോ. ഈ നായിന്റെ മോന്റെ സമ്മാനമായിരിക്കും അല്ലേ? തിരിച്ചൊന്നും കൊടുത്തില്ലേ? അത് മോശമായി പോയി. കൈക്കരുത്തും തന്റെ ഇടം ഉണ്ടല്ലോ, അടിച്ചു പൊളിക്കടാ. താനരങ്ങരുത്. ഉണ്ട നിറച്ച തോക്ക് വേറെ ഉണ്ട്. ഞാൻ കാച്ചും, അമ്മയാണ് കാച്ചും. കോമളാ, നോക്കി നിൽക്കാതെ പൂച്ചടാ.
ഒരു വശത്ത് നിന്ന് മാത്രം അടിക്കരുത്, നീര് വരും. മാറ്റി അപ്പുറത്ത് അടിയടാ. ഇടിച്ചാ പുറത്ത് കാണുക, ഉള്ളിത്തട്ടണം. ദാ ഇങ്ങനെ 3 മാസം കഴിഞ്ഞ് ചുമക്കും. ആ ടൈപ്പിടിയാണ് ഇപ്പൊ ഇടിച്ചത്. മതി. കൂടുതൽ ഇടിച്ച് പഴിപ്പിക്കരുത്. എനിക്ക് കോടതിയിൽ ഹാജരാക്കാനുള്ളതല്ലേ. വന്നേ. ഒരു 5 പേര് പോയി. അവിടെ മിലിറ്ററി ഡ്രസ് ഇട്ട കുറെ സഹോദരന്മാരുണ്ട്. അറസ്റ്റ് ചെയ്തോളൂ. ഈ കതറട്ട സാറിനെ പോലീസ് എസ്കോർട്ടോട് കൂടി അങ്ങ് ജയിലിലോട്ട് കൊണ്ടുപോയട്ടെ. പോണം സാർ, പോണം സാർ. പോടാ പട്ടി. ഒരു കള്ളൻ ഇവിടെ എവിടെയോ ഉണ്ടല്ലോ. തുപ്പാക്കി. ഈ സാറിന്റെ കൂടെ പോകുന്നോ അതോ? എന്റെ പൊന്നെ ബാലേ, ആ പണം ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എടുത്തു തന്നേക്കാവേ. ഇപ്പൊ മനസ്സിലായില്ലേ പണം എടുത്ത ആരാണെന്ന്? എനിക്ക് നേരത്തെ അറിയടാ, ഇതൊക്കെ സാറിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. ഇപ്പൊ സന്തോഷമായല്ലോ. ഒരു ഫാക്സ് മെസ്സേജ് ഉണ്ട്. ഓ മൈ ഗോഡ് സാർ, കാട്ടിൽ പുതിയൊരു കള്ളൻ ഇറങ്ങിയിരിക്കുന്നു. വീരപ്പൻ. സാർ അത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. എന്റെ മാതിരിയുള്ള വല്ല പാവമായിരിക്കും. പിടിച്ചോർത്താ വല്ല റിവാർഡും ഉണ്ടോ നോക്കി. ഉണ്ട്, 50 ലക്ഷം രൂപ. ഇന്റെ അല്ലാ, വരികടാ, നമുക്ക് വീരപ്പനെ പിടിക്കാൻ പോവാ. വീരപ്പനെ പിടിക്കാൻ ഞാനും ഉണ്ട്.